ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ജിദ്ദയിൽ ഊഷ്മള വരവേൽപ്പ്. പാർലമെന്റിന് മുകളിൽ ഒരു അധികാര കേന്ദ്രവുമില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച ലോകം. റോമിൽ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും. സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. UP സ്വദേശി ശക്തി ദുബെയ്ക്ക് 1ാം റാങ്ക്. രാജ്യത്തെ കടുത്ത ഉഷ്ണതരംഗ സാഹചര്യം മുൻനിർത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര നിർദ്ദേശം. വാർത്തകൾ വിശദമായി. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം. ആക്രമണത്തിൽ ഒരു വിനോദസഞ്ചാരി കൊല്ലപ്പെട്ടു. 12ഓളം പേർക്ക് പരിക്കേറ്റു. വിനോദസഞ്ചാരികളുടെ സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ശ്രീനഗറിൽ നിന്ന് 85 കിലോമീറ്റർ അകലെ ബൈസരൻ വനമേഖലയിലാണ് ആക്രമണം നടന്നത്. പ്രദേശത്ത് തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഭീകരതയ്ക്കെതിരെയുള്ള രാജ്യത്തിന്റെ പോരാട്ടം അചഞ്ചലമാണെന്നും കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പഹൽഗാമിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിക്കാനും സ്ഥലം സന്ദർശിക്കാനും പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി. അടിയന്തര സുരക്ഷാ അവലോകന യോഗം നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീനഗറിലേക്ക് പോകുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി അറേബ്യയിലെത്തി. ജിദ്ദ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മളവും ആചാരപരവുമായ വരവേൽപ്പ് നൽകി. സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. സൌദിയുമായുള്ള സുദീർഘവും ചരിത്രപരവുമായ ബന്ധത്തിന് ഇന്ത്യ ഏറെ പ്രാധാന്യം നൽകുന്നതായി യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സന്ദർശനത്തിൽ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. സാമ്പത്തിക പ്രതിരോധ മേഖലയിലെ സഹകരണവുമായി ബന്ധപ്പെട്ട് വിവിധ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. പാർലമെന്റ് പരമോന്നതമാണെന്നും പാർലമെന്റിന് മുകളിൽ ഒരു അധികാരവും ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ലെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഡൽഹി സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വ്യക്തിയെയും പോലെ പാർലമെന്റ് പരമോന്നതമാണെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഭരണഘടന എന്തായിരിക്കണമെന്നതിന്റെ ആത്യന്തിക ചുമതലക്കാരെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. Constitution is for the people and its repository of safeguarding it is that of elected representatives. They are the ultimate masters as to what constitutional content will be. There is no visualization in Constitution of any authority above Parliament. Parliament is supreme. പൌരന്മാർ അവരുടെ ആവിഷ്കാരങ്ങളും ആഗ്രഹങ്ങളും പ്രതിഫലിക്കുന്നതിനാണ് ഭരണഘടന പ്രകാരം തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച നടക്കും. റോമിലെ ബസലിക്ക ഓഫ് സെയിന്റ് മേരി മേജറിലായിരിക്കും സംസ്കാരമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ലോക നേതാക്കളും വിദേശ പ്രതിനിധികളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നാളെ മുതൽ പൊതുദർശനം ആരംഭിക്കാൻ കർദിനാൾമാരുടെ യോഗം തീരുമാനിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നും നാളെയും സംസ്കാര ദിവസവുമാണ് ദുഃഖാചരണം. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക പരിപാടികളും ഉണ്ടായിരിക്കില്ല. ബില്ലുകൾ അംഗീകരിക്കുന്നതിലെ കാലതാമസം സംബന്ധിച്ച് ഗവർണർക്കെതിരെ കേരളം നൽകിയ ഹർജി അടുത്ത മാസം 6-ന് സുപ്രീംകോടതി പരിഗണിക്കും. തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി ഉത്തരവ് കേരളത്തിനും ബാധകമാണെന്ന് സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ വാദിച്ചു. എന്നാൽ കേരളത്തിന്റെ ഹർജി വ്യത്യസ്തമാണെന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്നിവർ വ്യക്തമാക്കി. രാജ്യത്ത് കടുത്ത ഉഷ്ണതരംഗ സാഹചര്യം മുന്നിൽ കണ്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. ജാഗ്രത തുടരണമെന്നും ഏകോപിതമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ സൂചിപ്പിക്കുന്നു.
ഇത് സംബന്ധിച്ച് എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അഡ്മിനിസ്ട്രേറ്റർമാർക്കും കത്ത് നൽകിയതായും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 2024 UPSC സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. UP സ്വദേശി ശക്തി ദുബെയ്ക്ക് 1ാം റാങ്ക്, ഹർഷിത പരാഗ് 2ാം റാങ്കും DA പരാഗ് 3ാം റാങ്കും നേടി. ആകെ 1009 പേരുടെ റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെ ആണവ മേഖലയിൽ നിക്ഷേപത്തിനുള്ള സാഹചര്യം ഈ വർഷം തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ഹൈദരാബാദിൽ ആദ്യത്തെ CSIR സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ ഗവേഷണ ഫലങ്ങൾ എത്തിക്കുന്നതിന് സമഗ്രമായ സമീപനം വേണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി യോഗം പാർലമെന്റ് ഹൌസിൽ ചേർന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് രാജ്യ താൽപര്യത്തിൽ അധിഷ്ഠിതമാണെന്നും സാമ്പത്തിക മേഖലയ്ക്ക് അത് ഗുണം ചെയ്യുമെന്നും JPC അധ്യക്ഷൻ PP ചൌധരി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. नेशन वन इलेक्शन देश के हित में है, क्योंकि इससे अर्थव्यवस्था में बड़ा इजाफा होगा और जो असुविधा होती है, इनडायरेक्ट नुकसान होता है, चाहे हमारे एजुकेशन सिस्टम को हो, बच्चों को हो, चाहे टीचर्स का इन्वॉल्वमेंट हो, चाहे पैरामिलिट्री फोर्सेस का इन्वॉल्वमेंट हो, चाहे इलेक्शन कमीशन के स्टाफ का इन्वॉल्वमेंट हो. अगेन एंड अगेन एक साल में 5-6 इलेक्शन होते हैं, और चाहे गवर्नेंस का हो और चाहे लॉजिस्टिक का हो, सारी चीजें हम देखें तो करीब 1.5% GDP का साइमल्टेनियस इलेक्शन से देश को फायदा होगा. 39 അംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിൽ 27 പേർ ലോക്സഭയിൽ നിന്നും 12 പേർ രാജ്യസഭയിൽ നിന്നുമാണ്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത, മുൻ ജഡ്ജിയും 21ാമത് നിയമ കമ്മീഷൻ ചെയർമാനുമായ ഡോക്ടർ BS ചൌഹാൻ എന്നിവരുമായി സമിതി ഇന്ന് സംവദിക്കും. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് ആർക്കിയോളജിയുടെ 38ാമത് യോഗത്തിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നാളെ ആതിഥേയത്വം വഹിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് യോഗം. മുൻ യോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങളിൽ കൈക്കൊണ്ട നടപടികൾ, അഡ്വൈസറി ബോർഡിലെ അംഗങ്ങളുടെ നിർദ്ദേശം തുടങ്ങിയവ ചർച്ചാ വിഷയമാകും. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. ലക്നൌവിലാണ് മത്സരം. മെയ് 1 മുംബൈയിൽ ആരംഭിക്കുന്ന വേവ്സ് 2025 ഉച്ചകോടിയോടനുബന്ധിച്ച് നടക്കുന്ന ആനിമേഷൻ ഫിലിം മേക്കേഴ്സ് മത്സരത്തിൽ കാസർഗോഡ് പിലിക്കോട് സ്വദേശി നന്ദന്റെ ഡ്രീം ബലൂൺ എന്ന പ്രോജക്ട് ഫൈനൽ റൌണ്ടിലെത്തി. 9 മാസത്തെ റിവ്യൂവിന് ശേഷമാണ് ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് നിർത്തിവെച്ച കൈലാസ് മാനസ സരോവർ യാത്ര 4 വർഷങ്ങൾക്ക് ശേഷം ഈ മാസം 30 പുനരാരംഭിക്കും. ഉത്തരാഖണ്ഡിലൂടെയാണ് തീർത്ഥയാത്ര. ഉത്തരാഖണ്ഡ് സർക്കാരിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. 22 ദിവസത്തെ യാത്രയിൽ 250 തീർത്ഥാടകരാണ് പങ്കെടുക്കുന്നത്. മധ്യപ്രദേശിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 8 പേർ മരിച്ചു. മരിച്ചവരിൽ 5 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്നു. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കുഴിയിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 5 പേർ ചികിത്സയിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 187 പോയിന്റ് നേട്ടത്തിൽ 79,596-ലും നിഫ്റ്റി 42 പോയിന്റ് നേട്ടത്തിൽ 24,167-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇന്നും കുതിപ്പ്. ഗ്രാമിന് 275 രൂപ കൂടി 9,290 രൂപയും പവന് 2,200 രൂപ കൂടി 74,320 രൂപയുമാണ് ഇന്നത്തെ വില. പ്രളയം കനത്ത നാശം വിതച്ച ജമ്മുകശ്മീരിലെ റംബാൻ ജില്ലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്ന നടപടികൾ തുടരുകയാണ്. പ്രദേശത്തെ 1486 ട്രാൻസ്ഫോമറുകൾ പുനഃസ്ഥാപിച്ചു. നാളെയോടെ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. സ്റ്റാൻഡേർഡൈസേഷൻ മേഖലയിലെ സ്ഥാപനങ്ങളിൽ 500 വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുമെന്ന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദേശീയ ഗുണനിലവാര സംഘടനയാണ് BIS. 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ, 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സുകൾ, ബിരുദാനന്തര ബിരുദം, ഡിപ്ലോമ എന്നിവയിലെ വിദ്യാർത്ഥികൾക്കാണ് ഇന്റേൺഷിപ്പ് നൽകുന്നതെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ജിദ്ദയിൽ ഊഷ്മള വരവേൽപ്പ്. പാർലമെന്റിന് മുകളിൽ ഒരു അധികാര കേന്ദ്രവുമില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ലോകം. റോമിൽ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും. സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. UP സ്വദേശി ശക്തി ദുബെയ്ക്ക് 1ാം റാങ്ക്. രാജ്യത്തെ കടുത്ത ഉഷ്ണതരംഗ സാഹചര്യം മുൻനിർത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര നിർദ്ദേശം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.